എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ചാണ്. 2024 ജൂലൈ 30 പുലർച്ചെ വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിലെ മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചുരൽമല, വെള്ളരിമല എന്നീ ഗ്രാമങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകളുടെ ഒരു പരമ്പരയാണ് 2024 വയനാട് ഉരുൾപൊട്ടൽ. കനത്ത മഴയിൽ കുന്നുകൾ ഇടിഞ്ഞു താഴ്ന്ന് പ്രദേശങ്ങൾ തകർന്നു. 336-ലധികം മരണങ്ങൾ, 397 പരിക്കുകൾ, കൂടാതെ 78 പേരെ കാണാതാവുകയും ചെയ്തു. ഈ ദുരന്തം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഒന്നായിരുന്നു. വനനശീകരണം, മോശം കെട്ടിട നിർമ്മാണം, ഗ്ലോബൽ വാർമിംഗ്, സിസ്മിക് സെൻസിറ്റിവിറ്റി എന്നിവ മണ്ണിടിച്ചിലിനും മരണത്തിനും കാരണമായി കണ്ടെത്തിയിട്ടുണ്ട്. സായുധ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ, വനം വന്യജീവി അധികാരികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി നിരവധി സർക്കാർ ഏജൻസികൾ അതിജീവിച്ചവരെ തിരയുന്നതിനായി വലിയ തോതിലുള്ള രക്ഷാദൗത്യം ആരംഭിച്ചിരുന്നു. മഴക്കാലത്ത് ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് വയനാട്. വെസ്റ്റേൺ ഘാട്ട്സ് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ കുന്നുകൾ ഡെക്കാൻ പ്ലാറ്റോയുടെ വിള്ളലുകളും മണ്ണൊലിപ്പും ഉള്ള പർവ്വതങ്ങളുടെ അരികുകൾ ഉൾക്കൊള്ളുന്നു. വെസ്റ്റേൺ ഘാട്ട്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇരുവഞ്ഞിപ്പുഴയും ചാലിയാറും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അറബിക്കടലിലേക്ക് ഒഴുകുന്നു. നിരവധി ചെറിയ അരുവികൾ ഈ പ്രദേശത്തെ ഈ നദികളിലേക്ക് ഒഴുകുന്നു. ഇപ്പോഴും മഴക്കാലത്ത് ഗണ്യമായ അളവിൽ വെള്ളം ഒഴുകുന്നു. 2020 മേപ്പാടി സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ രേഖകൾ പ്രകാരം മുണ്ടക്കൈ, ചുരൽമല, അട്ടമല, വെള്ളിത്തോട്, കോട്ടത്തറവയൽ എന്നീ വില്ലേജുകൾ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും വളരെ സെൻസിറ്റീവാണ്. അന്ന് കേരളത്തിലെ വെസ്റ്റേൺ ഘാട്ട്സിൽ കനത്ത മഴ അനുഭവപ്പെട്ടു. ആദ്യ 24 മണിക്കൂറിൽ 204.5 മില്ലിമീറ്റർ മഴയും തുടർന്നുള്ള 24 മണിക്കൂറിൽ 372.6 മില്ലിമീറ്റർ മഴയും പെയ്തു. കനത്ത മഴയെ തുടർന്ന് പുഞ്ചിരിമറ്റം, അട്ടമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ നിവാസികളെ 2024 ജൂലൈ 29 മുതൽ പ്രാദേശിക അധികാരികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയെങ്കിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമായി കണക്കാക്കാത്തതിനാൽ ചൂരൽമല പ്രദേശത്തെ നിരവധി താമസക്കാർ വീടുകളിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഏകദേശം 2:17 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇരുവഞ്ഞിപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തിന് സമീപം പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ എന്നീ ഗ്രാമങ്ങൾക്കിടയിൽ ഉരുൾപൊട്ടലുണ്ടായി 2 ഗ്രാമങ്ങളും തൂത്തുവാരി. ഇതിനെ തുടർന്ന് ഏകദേശം 4:10 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിന് അടുത്തുള്ള ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായി. ഇത് ഇരുവഞ്ഞിപ്പുഴയെ വഴിതിരിച്ചുവിട്ടു. ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമായി. ചൂരൽമല ഗ്രാമം ഒലിച്ചുപോയി. ജനവാസ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏക പാലം തകർന്നതോടെ മുണ്ടക്കൈയിലും അട്ടമലയിലുമായി 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നരവംശാസ്ത്ര ഘടകങ്ങൾ, വർദ്ധിച്ച മനുഷ്യ ജനസംഖ്യ, മോശം നിർമ്മാണ സാങ്കേതിക വിദ്യകൾ, മോശമായി ആസൂത്രണം ചെയ്ത ഭൂവിനിയോഗം എന്നിവയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഇന്ത്യൻ ഗവൺമെൻറ് നൽകിയ ഏറ്റവും പുതിയ സെൻസസ് ഡേറ്റ അനുസരിച്ച് വയനാട് ജില്ലയിലെ ജനസംഖ്യ കഴിഞ്ഞ നൂറ്റാണ്ടിൽ 11 മടങ്ങായി വർദ്ധിച്ചു. 1901 75,149 ആയിരുന്നത് 2011 8,17,420 ഉയർന്നു. ജനസംഖ്യ വർധനയ്ക്കൊപ്പം സമ്പന്നരായ സന്ദർശകർ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങിയതോടെ ഈ പ്രദേശത്തെ വിനോദസഞ്ചാരവും കുതിച്ചുയർന്നു. 2022 കേരളം സന്ദർശിച്ച 19.21 ദശലക്ഷം സഞ്ചാരികളിൽ 1.51 ദശലക്ഷം പേർ വയനാട് ജില്ലയിൽ മാത്രം എത്തി. മറ്റൊരു കാരണം വനനശീകരണമാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വയനാട്ടിലെ മണ്ണിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും ഭൂരൂപശാസ്ത്രത്തെക്കുറിച്ചും നടത്തിയ പഠനത്തിൽ തേയിലത്തോട്ടങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ ഫലമായി വയനാട് ജില്ലയിൽ വൻതോതിൽ വനനശീകരണം ഉണ്ടായി. ഇത് ഉരുൾപൊട്ടലിന് കാരണമാവുകയും ചെയ്തു. മറ്റൊരു പഠനം കാണിക്കുന്നത് ഈ ജില്ലയിലെ 62% പച്ചപ്പ് അപ്രത്യക്ഷമായി എന്നും തേയിലത്തോട്ടത്തിൻ്റെ വിസ്തൃതി 1800% വർദ്ധിച്ചു എന്നുമാണ്. കേരളത്തിലെ മലയോര മേഖലകളിൽ 20 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുണ്ട്.
അതിനാൽ കനത്ത മഴയിൽ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് മൊത്തം 7452 സ്ക്വയർ മൈൽസ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 49.7% ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. വെസ്റ്റേൺ ഗാട്സ് എൻവയോൺമെൻറ്റ് വിദഗ്ധ സമിതിയുടെ ചെയർമാനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ മാധവ് ഗാഡ്ഗിൽ വയനാട്ടിലെ 3 ഡിവിഷനുകളെയും പരിസ്ഥിതി ലോല മേഖല 1 ആയി തരംതിരിക്കുകയും ഭാവിയിൽ കൺസ്ട്രക്ഷനും മൈനിങ്ങും നിരോധിക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് കേരള സർക്കാർ അനുകൂലിക്കുന്ന പുതിയ വികസനത്തിനും ടൂറിസത്തിനും വിരുദ്ധമായി. ഗ്ലോബൽ വാർമിംഗ്. ഇന്ത്യ, സ്വീഡൻ, US, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള 24 ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ള വേൾഡ് വെതർ ആട്രിബ്യൂഷൻ ഗ്രൂപ്പ് വയനാട്ടിലെ താരതമ്യേന ചെറിയ പഠനമേഖലയിലെ മഴ കൃത്യമായി പ്രവചിക്കാൻ കാലാവസ്ഥ ഹൈ റെസല്യൂഷൻ മോഡലുകൾ പഠിച്ചു. കാലാവസ്ഥ വ്യതിയാനം മൂലം മഴയുടെ തീവ്രത 10% വർദ്ധിച്ചിട്ടുണ്ടെന്നും ശരാശരി താപനില 2 ഡിഗ്രി ഉയർന്നാൽ 4% ഇനിയും വർധനവ് പ്രതീക്ഷിക്കാമെന്നും മാതൃകകൾ സൂചിപ്പിച്ചു. ഇത് കേരളത്തെ താപഗതികമായും പാരിസ്ഥിതികമായും അസ്ഥിരപ്പെടുത്തും. ഇത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുമെന്നും ഇത് ഭാവിയിൽ കേരളത്തിന് ചുറ്റുമുണ്ടാകാൻ ഇടയുള്ള ഉരുൾപൊട്ടലുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നും പഠനം അഭിപ്രായപ്പെട്ടു. ഹില്ലിംഗ് പ്രഭാവം. ഇടയ്ക്കൽ നിവാസികൾ ഓഗസ്റ്റ് 9-ന് 10:15 ഒരു ദുരൂഹമായ ഭൂഗർഭ ശബ്ദം ശ്രദ്ധിച്ചു. ഇത് വീണ്ടും ഉരുൾപൊട്ടൽ പ്രതീക്ഷിച്ച നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. ഭൂകമ്പ ശാസ്ത്രജ്ഞർ പിന്നീട് ഈ സംഭവത്തെ ഒരു ഹില്ലിംഗ് ഇഫക്റ്റ് ആയി വിശദീകരിച്ചു. ദുർബലമായ ഒരു ഭൂപ്രദേശം സ്ഥിരത വീണ്ടെടുക്കുന്നതിനായി സ്വാഭാവികമായി മാറുകയും ഒരു മുഴങ്ങുന്ന ശബ്ദം സൃഷ്ടിക്കുകയും ചെയ്തു. ജൂലൈ 31-ന് ഇന്ത്യൻ ആർമി കോഴിക്കോട് ജില്ലയിൽ മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിക്കുന്നതിനായി ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ സ്ഥാപിച്ചു. വയനാട്ടിലെ 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 4000-ത്തിലധികം ആളുകളെ രക്ഷിക്കുകയും 10,000-ത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 1-ന് മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിൻ്റെ എഞ്ചിനീയർ ടാസ്ക് ഫോഴ്സിലെ 144 സൈനികർ 31 മണിക്കൂറിനുള്ളിൽ 190 അടി നീളമുള്ള ബെയിലി പാലം നിർമ്മിച്ചു. ഇരുവഞ്ഞി പുഴയിൽ നിന്ന് കുറുകെ ചൂരൽമല ഗ്രാമത്തെ മുണ്ടിക്കയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. 5 വർഷം വയനാട്ടിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്ന് 2019-ലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടെന്നും വയനാട്ടിലെ 29 വില്ലേജുകൾ പ്രശ്നബാധിത പ്രദേശമാണെന്നും പറയുന്നുണ്ട്. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സംവിധാനമില്ലാത്തതാണ് ദുരന്തത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിർണായകമായ റോഡുകൾ, പാലങ്ങൾ, പ്രാദേശിക സൗകര്യങ്ങൾ എന്നിവയുടെ നാശം സഹായങ്ങളും സേവനങ്ങളും ഫലപ്രദമായി എത്തിക്കുന്നത് ബുദ്ധിമുട്ടാക്കി. അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും പുനരധിവാസ പ്രക്രിയയിലെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. മുണ്ടക്കയും ചൂരൽമലയും അട്ടമലയും വിനോദസഞ്ചാര കേന്ദ്രമായി വികസിക്കുന്നതിനിടെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത്തരം ദുർബല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അവരുടെ പുനരധിവാസത്തിന് മതിയായ പിന്തുണ എത്രയും പെട്ടെന്ന് നൽകുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.